വെൽക്കം ബാക്ക്. SSLC കെമിസ്ട്രി ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, എത്ര ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ മാർക്ക്, അതിനേക്കാൾ ഏത് ചാപ്റ്റർ പഠിച്ചാൽ ഫുൾ മാർക്ക് നേടാം എന്നുള്ളത് പറയുകയാണ്. അപ്പൊ മക്കളെ നമ്മള് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ്. കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത്. നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ 2 ചാപ്റ്ററുകളാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ലഭിച്ച ചാപ്റ്റർ. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്കുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം കാണാൻ നിങ്ങൾക്കുണ്ട്. ഇതൊന്നും കാണാതെ എയിൽ നിന്നാണ് കഴിഞ്ഞ വർഷം ഓണം എക്സാം നമ്മളെ മക്കൾ എഴുതി, കഴിഞ്ഞ വർഷം SSLC കഴിഞ്ഞ മക്കൾ എഴുതിയിരിക്കുന്നത് അല്ലെ. അത് കഴിഞ്ഞ വർഷം നമ്മൾ 3rd ചാപ്റ്റർ എല്ലാരും വിചാരിച്ചു 3rd ചാപ്റ്ററിൽ നിന്ന് കുറെ അധികം ചോദ്യങ്ങൾ വരുന്നൊക്കെ. പക്ഷെ 3 മാർക്കിന്റെ ഈ ഒരു ചോദ്യവും 16ാമത്തെ ചോദ്യവും അതേപോലെ തന്നെ 1 മാർക്കിന്റെ 4ാമത്തെ ചോദ്യവുമാണ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം എന്ത് വന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 3rd ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമാണ്. ഈ 4 മാർക്ക് പോയാലും A+ കിട്ടും എന്നുള്ള കാര്യം. നമുക്ക് ഫുള്ള് തന്നെ അടിക്കണമെങ്കിൽ നിങ്ങൾ ഒരു ചാപ്റ്ററും സ്കിപ്പ് ചെയ്യല്, ആദ്യത്തെ 3 ചാപ്റ്ററും പഠിച്ചിരിക്കണം. ആദ്യത്തെ 2 ചാപ്റ്റർ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യല്ലേ. ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്. 3rd ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിനെ ചോദ്യം വന്നോളൂ എങ്കിൽ പോലും ഓപ്ഷൻസ് ഇല്ല എന്നുള്ള ഒരു കാര്യം മക്കൾ മനസ്സിലാക്കണം. ആദ്യത്തെ പാർട്ട് A പാർട്ടില് 4 ചോദ്യത്തിൽ 4 ചോദ്യവും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിലൊരു ചോദ്യമായിരുന്നു 3rd ചാപ്റ്ററിൽ നിന്ന് വന്നത്. പിന്നെ വന്നത് 16ാമത്തെ ചോദ്യമാണ്. ആ ചോദ്യം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഓർ ക്വസ്റ്റ്യനും സെയിം ചാപ്റ്ററിൽ നിന്ന് തന്നെ 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് വന്നത്. അപ്പൊ ആ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ ഉറപ്പായും 4 മാർക്ക് നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ഈ ഒരു ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് A+ കിട്ടും. ഇതിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് പഠിക്കണ്ട. അത് ചിലപ്പോൾ സ്കൂളുകളിലൊക്കെ 4th ചാപ്റ്റർ ഒക്കെ ആയി കാണും. പക്ഷെ ആ ചാപ്റ്റർ പഠിക്കാൻ നിൽക്കണ്ട. ഓണം എക്സാമിന് 3ാമത്തെ ചാപ്റ്ററിന് ശേഷമുള്ള ഒരു ചാപ്റ്ററും നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് ഒരുപാട് പഠിക്കാൻ, അതുകൊണ്ട് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ബൈ.